മായേച്ചി, കൃഷ്ണേച്ചി എവിടെയാ? കുറച്ചു കഴിഞ്ഞാ കളം വരയ്ക്കാൻ തുടങ്ങും. അതിന് ചേല മാറാൻ പോയിരിക്കുക. അതിന് മായേച്ചിക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? നിങ്ങൾക്ക് അറിയില്ല മക്കളെ, ഇത് വലിയൊരു ചടങ്ങാ. എല്ലാരും കൃഷ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കളം വരയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ച നമ്മുടെ കൃഷ്ണ. ദേ കൃഷ്ണേച്ചി വരുന്നു. എന്താടി നീ ഈ പിള്ളേരെ കഥകൾ വല്ലതും പറഞ്ഞ് പേടിപ്പിച്ചോ? എല്ലാവരുടെയും മുഖം എന്താ വാടിയിരിക്കുന്നേ? നീ എത്ര നിസ്സാരമായിട്ട കാര്യങ്ങളെ കാണുന്നേ. നാഗദൈവങ്ങൾക്ക് എത്രയോ കാലമായിട്ട് ഞാൻ വിളക്ക് വെക്കുന്നതാ, 100 പാലും കൊടുക്കുന്നതാ. അവരെന്നെ ചതിക്കോ? കളം വരയ്ക്കാനുള്ള കുട്ടിങ് വരിക. കുട്ടി, ചടങ്ങുകൾ തുടങ്ങാൻ പോവാ. നാഗദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചു തൊഴുതോളൂ. നന്ദ, സർപ്പക്കളത്തിന്റെയും പൂജയുടെയും കാര്യമൊക്കെ സിത്താര ചോദിച്ചു. അത് നമ്മുടെ ഒരു കുടുംബച്ചടങ്ങ് മാത്രമാ, അവരാരും പങ്കെടുക്കേണ്ടതില്ല എന്നാ ഞാൻ പറഞ്ഞത്. സിത്താരയും കുടുംബത്തിനെയും പൂജയിൽ പങ്കെടുപ്പിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷേ അവിടെ നിൽക്കുന്നവരാരെങ്കിലും പറഞ്ഞ് ശാപത്തിന്റെ കഥയോ പരിഹാരത്തിന് വേണ്ടിയാണ് പൂജയെന്നൊക്കെ സിത്താരയുടെ ചെവിയിലെത്തിയ സിത്താര ഒരുപക്ഷെ വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും തന്നെ വരാം. അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് മതിയമ്മേ. കാവിലെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ശരി, ഞാൻ കാവിലേക്ക് പോവാ. ആയിക്കോട്ടെ. അവരുടെ കാര്യങ്ങളില് ഒട്ടും വീഴ്ച വരാതെ നോക്കണം. അതുമാത്രമല്ല, ആ നിർമ്മലയും അവളുടെ മകളും ഉണ്ടല്ലോ, അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ സുമിത്രയോട് പറയുകയും വേണം. ഒരൽപ്പം പൊട്ടിത്തെറിച്ച ആളുകളാ അത്. ആ, സുമിത്രക്കാരി എന്നോട് പറഞ്ഞു, കിട്ടുന്ന അവസരങ്ങളിൽ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുന്നുണ്ട്. നവീൻ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. നീ ഇതെവിടെയാടാ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നേ? നോക്കിയ കാണാൻ കിട്ടുന്നില്ലല്ലോ നിന്നെ. ഞാൻ മാണിക്കുഞ്ഞിന്റെ കൂടെ ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കാണുമായിരുന്നു മുത്തശ്ശി. രാത്രി സഞ്ചാരം വേണ്ട, നാഗങ്ങളെ ഇഴഞ്ഞു നടക്കുന്ന പറമ്പാ. ശരി മുത്തശ്ശി. വരൂ, നമുക്ക് ഒരുമിച്ച് സർപ്പക്കാവിലേക്ക് പോവാം. മുത്തശ്ശി നടന്നോളൂ. ഞാനേ മാണിക്കുഞ്ഞിന് 1-2 കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരാം. എപ്പോഴും പറഞ്ഞു പറ്റിക്കുന്ന പോലെ ആവരുത്, ഇത് ഗൗരവമുള്ള കാര്യമാ.